2 ദിവസം ഇടവേളയില്ലാതെ തകർത്തു പെയ്ത പേമാരിക്ക് ശേഷം തെക്കൻ തമിഴ്നാട് നേരിടുന്നത് കടുത്ത ദുരിതങ്ങൾ. മഴ പെയ്ത് വെള്ളം നിറഞ്ഞ തിരുനെൽവേലി, തെങ്കാശി, തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലകളിൽ ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമോ വെള്ളമോ ഇല്ല. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വൈദ്യുതിയുമില്ല. പല റോഡുകളിലും ഇപ്പോഴും വാഹനഗതാഗതം സാധ്യമാകാത്ത വിധം വെള്ളക്കെട്ടുണ്ട്. ഇതുമൂലം രക്ഷാപ്രവർത്തകർക്കും എത്താനാകുന്നില്ല. 2 ദിവസം കൊണ്ട് പെയ്തത് റെക്കോർഡ് മഴയാണെന്ന് കാലാവസ്ഥാ കേന്ദ്രവും ജില്ലാ ഭരണകൂടങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങളാണ് മഴയ്ക്ക് ശേഷവും പെയ്യുന്ന ദുരിതങ്ങളിൽ നരകത്തിലെത്തിയ അവസ്ഥയിലായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മഴ ഒഴിഞ്ഞു. തിരുനെൽവേലി നഗരത്തിലടക്കം ഇന്ന് രാവിലെയും വെള്ളക്കെട്ടുണ്ട്. ഉൾപ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ കഴുത്തറ്റം വെള്ളം നിറഞ്ഞു കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. തിരുനെൽവേലി നഗരത്തിലേറെയും ഇടുങ്ങിയ വഴികളാണുള്ളത്. ഇവിടേക്ക് വള്ളങ്ങളെത്താനായിട്ടില്ല. വെള്ളത്തിന് ശക്തമായ ഒഴുക്കുള്ളതിനാൽ റബ്ബർ ബോട്ടുകളിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ ശ്രമകരവുമാണ്. ചെന്നൈയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിലായതിനാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമായിരുന്നുവെന്നാണ് NDRF പറയുന്നത്. രക്ഷാപ്രവർത്തകർ എത്തിപ്പെടാത്തതിനാൽ പല ക്യാമ്പുകളിലും ഭക്ഷണവുമില്ല. ശിവവൈകുണ്ഠം താലൂക്കിലാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ. വെള്ളക്കെട്ടിലാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും. 20,000 പേരെങ്കിലും പുറം ലോകവുമായി ബന്ധപ്പെടാനാകാതെ ഗ്രാമങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് NDRFന്റെ വിലയിരുത്തൽ. താമ്രപരണി നദി കരകവിഞ്ഞൊഴുകിയതാണ് ഇവിടങ്ങളിൽ പ്രളയത്തിന് വഴിവെച്ചത്. ശിവവൈകുണ്ഠത്തെ ഗുരുതര സാഹചര്യത്തിന് കാരണമായതും ഇതുതന്നെയാണ്. ശ്രീവൈകുണ്ഠത്തിന് സമീപം ഫയർ എഞ്ചിൻ ഒഴുകിപ്പോയ സംഭവം വരെയുണ്ടായി. ഈ പ്രദേശത്തേക്ക് ഇതുവരെ NDRFന് എത്താൻ കൂടി കഴിഞ്ഞിട്ടില്ല. നെൽപ്പാടങ്ങളുള്ള പ്രദേശങ്ങളിൽ 12 മുതൽ 15 വരെ അടി വെള്ളം ഉയർന്നിരുന്നു. ഇവിടെയെല്ലാം ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. കൊങ്ങരായക്കുറിച്ചി ഗ്രാമത്തിൽ ജനങ്ങൾ ഇപ്പോഴും വീടിന്റെ ടെറസുകളിലാണ് കഴിയുന്നത്. വെള്ളം ഇറങ്ങിയാലും വീടുകളിൽ താമസം തുടങ്ങൽ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിവേഗം കുതിച്ചെത്തിയ വെള്ളത്തിൽ വീടുകളിലെ സാധന സാമഗ്രികളെല്ലാം നശിച്ചിട്ടുണ്ട്. ചെളിയും അടിഞ്ഞിട്ടുണ്ട്. തൂത്തുക്കുടി ഹൈവേയിലടക്കം നിരവധി റോഡുകളിൽ പാലങ്ങൾ വെള്ളപ്പാച്ചിലിൽ തകർന്നിട്ടുണ്ട്. റോഡും പലയിടങ്ങളിലും ഒലിച്ചുപോയി. ഇതെല്ലാം പൂർവ്വസ്ഥിതിയിലാകാൻ ദിവസങ്ങളെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്നലെ രാത്രിയോടെയാണ് ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിയ 700 പേരെയും പുറത്തെത്തിച്ചത്. തിരുച്ചെന്തൂർ ചെന്നൈ എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നവരാണ് റെയിൽപാത വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയതിനെ തുടർന്ന് കുടുങ്ങിയത്. ഇവർ അത്ഭുതകരമായാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 9ഓടെ ട്രെയിൻ എത്തുന്നതിന് തൊട്ടു മുൻപാണ് ശ്രീവൈകുണ്ഠത്തെ പാത ഒലിച്ചുപോയത്. കൃത്യസമയത്ത് ഇത് റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ട്രെയിൻ പിടിച്ചെടുക്കുകയായിരുന്നു. ശ്രീവൈകുണ്ഠത്ത് നിർത്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ട്രെയിൻ പൂർണ്ണമായും വെള്ളപ്പാച്ചിലിൽ അകപ്പെടുമായിരുന്നു. റെയിൽവേ സ്റ്റേഷന് ചുറ്റുമുള്ള പ്രദേശവും വെള്ളക്കെട്ടിലായിരുന്നു. 300ഓളം പേരെ സമീപത്തെ സ്കൂളുകളിലേക്ക് മാറ്റിയിരുന്നു. ബാക്കിയുള്ളവർ ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പകലും രാത്രിയും ചൊവ്വാഴ്ച രാത്രിയും ട്രെയിനിലും പ്ലാറ്റ്ഫോമിലുമായി കഴിച്ചുകൂട്ടി. ഇവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കാൻ റെയിൽവേക്കോ അധികാരികൾക്കോ കഴിഞ്ഞിരുന്നില്ല. സ്റ്റേഷന് സമീപത്തെ താമസക്കാർ പാചകം ചെയ്തു കൊടുത്ത ഭക്ഷണം മാത്രമായിരുന്നു ആശ്രയം. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് NDRFന് ഇവിടെ എത്താനായത്. സ്റ്റേഷന് പുറത്തെത്തിച്ച യാത്രക്കാർ മുട്ടറ്റം വെള്ളത്തിൽ നീന്തിയാണ് 3 കിലോമീറ്റർ അകലെയുള്ള വേലൂരിലെത്തിയത്. ഇവിടെ നിന്ന് ഇവരെ വാഞ്ചി മണിയാച്ചിയിലെത്തിച്ചു. വാഞ്ചി മണിയാച്ചിയിൽ നിന്ന് ഈ യാത്രക്കാർക്ക് ചെന്നൈയിലെത്താൻ പ്രത്യേക ട്രെയിൻ തയ്യാറാക്കി നിർത്തിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാട്ടി 6 യാത്രക്കാരെ മധുര റെയിൽവേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 പേരുടെ മരണമാണ് മഴ മൂലമുണ്ടായത്. പലയിടങ്ങളിലും ചുവരിടിഞ്ഞ് കൂടുതൽ പേരുടെ മരണമുണ്ടാകാമെന്ന സൂചനയുമുണ്ട്. വൈദ്യുതാഘാതമേറ്റുള്ള മരണങ്ങൾ സംബന്ധിച്ച് അനൌദ്യോഗിക റിപ്പോർട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തമായ ചിത്രം ലഭിക്കണമെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ഗ്രാമങ്ങളിലെത്താനാകണം. അത് വലിയ വെല്ലുവിളിയാണ്. കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും അംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുണ്ട്. 9 ഹെലികോപ്റ്ററുകളും 323 ബോട്ടുകളും ഉപയോഗിച്ചാണ് ഇവർ ഇപ്പോൾ ഗ്രാമങ്ങളിലെത്തുന്നത്. കായൽ പട്ടണത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 2 ദിവസം കൊണ്ട് 1192 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. തിരുച്ചെന്തൂരിൽ 916 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. പ്രളയബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സന്ദർശനം നടത്തും.